അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൻ ലക്കും യൻസുർക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. അതല്ല, പരമകാരുണ്യകനെതിരെ നിങ്ങളെ തുണയ്ക്കാൻ കഴിയുന്ന സൈന്യം ഏതാണുള്ളത്? സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാകുന്നു. അവിശ്വാസികൾ എന്തു ചെയ്യുന്നുവെന്ന് നോക്കൂ. ലോകങ്ങളുടെ യഥാർത്ഥ ഉടമയും സകലാധികാരിയുമായ അള്ളാഹുവിനെ അവർ എതിർക്കാൻ തുനിയുന്നു. അതിരില്ലാത്ത കരുണയും സ്നേഹവും ചൊരിയുന്ന അർ റഹ്മാനെയാണ് അവർ എതിർക്കുന്നത്. എത്ര വിചിത്രമായ ധൈര്യം! ആരെങ്കിലും അർ റഹ്മാനെതിരെ വാദിക്കാനാണ് തുടങ്ങുന്നതെങ്കിൽ അവൻ്റെ നൈതിക അടിത്തറ അതേ നിമിഷം തകർന്നു പോകുന്നതാണ്. അവൻ്റെ ആത്മവിശ്വാസം ഇടിഞ്ഞു വീഴും, വാദങ്ങൾ ചിതറിപ്പോകും. ശുദ്ധമായ ആശയക്കുഴപ്പം മാത്രമേ അവസാനം ബാക്കി നിൽക്കുകയുള്ളൂ. അൽ ഗുറൂർ എന്ന പദം വഞ്ചനയെ സൂചിപ്പിക്കുന്നു. വഞ്ചിക്കപ്പെട്ട ഒരാൾ, തെറ്റായ പ്രതീക്ഷകളുടെ ഭ്രമങ്ങളിൽ കുടുങ്ങിപ്പോയ ഒരാൾ. അവർ സത്യം നിരാകരിച്ചു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങളുടെ പക്ഷത്ത് ആരുണ്ട്? അർ റഹ്മാനെ പോലെ കരുതലോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരാൾ ആരാണുള്ളത്? ഇതാണ് ആ വാക്യത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ അള്ളാഹുവിലേക്ക് തിരിക്കാത്തത്?